ഡയബറ്റിസ് കാരണം പല ഓർഗൻസിനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതിൽ പ്രധാനമായിട്ട് ഒന്നാണ് കണ്ണുകൾക്കുള്ള പ്രോബ്ലംസ്. കണ്ണുകളിൽ പ്രത്യേകിച്ചും റെറ്റിന എന്ന നെർവ് ലെയറിനാണ് ഡയബറ്റിസ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്. ഡയബറ്റിസ് കാരണം റെറ്റിനയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നതാൽ നമുക്ക് വിഷൻ പ്രോബ്ലംസ്, അതായത് കാഴ്ചയ്ക്ക് കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് തുടക്കത്തിലൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രമേഹമുള്ള രോഗികൾ എല്ലാ വർഷവും നിങ്ങളുടെ കണ്ണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചെക്കപ്പ് നടത്തേണ്ടത് നിർബന്ധമാണ്. പിന്നെ കണ്ണുകൾ കൂടാതെ വേറൊരു പ്രധാനമായിട്ടുള്ള അവയവം ഡയബറ്റിസ് ബാധിക്കുന്നത് കിഡ്നീസാണ്. കിഡ്നീസിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബ്ലഡിൽ ക്രിയാറ്റിൻ ലെവൽ നോക്കുകയും യൂറിനിൽ പ്രോട്ടീൻ ലെവൽ നോക്കുകയാണ് ചെയ്യുന്നത്. ഡയബറ്റിസ് കൺട്രോളിലില്ലാത്തവരിൽ കിഡ്നി ബാധിക്കുമ്പോൾ നമുക്ക് ക്രിയാറ്റിൻ കൂടുകയും യൂറിനിൽ പ്രോട്ടീൻ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. കിഡ്നിയും കണ്ണും കൂടാതെ നമുക്ക് ഞരമ്പുകളിലെയും ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ബാധിക്കുന്നു. പ്രത്യേകിച്ച് കാലിൻ്റെ ചെറിയ ഞരമ്പുകളിലെ. ഓവർ ടൈം ഈ ഞരമ്പുകളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് കാലിലെ സെൻസേഷൻ, അതായത് സ്പർശനം അറിയുന്നത് കുറയുന്നു. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും മുറിവുകളോ വ്രണങ്ങളോ എന്തെങ്കിലും പറ്റിയാൽ പേഷ്യൻ്റ് അറിയാതെ പോകുന്നു. ഇത് പിന്നീട് അണുബാധയ്ക്ക് പ്രീഡിസ്പോസ് ചെയ്യുന്നു പേഷ്യൻറ്റിനെ. ആൻഡ് ഇത് കാരണം നമുക്ക് കാലുകളുടെ നഷ്ടം വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് ഡെയിലി നമ്മുടെ കാലുകൾ ഇൻസ്പെക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ വ്രണങ്ങളോ കട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃത്തിയാക്കി വെക്കുക. ഡെയിലി കാലുകൾ നല്ലോണം കഴുകി ഉണക്കി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. വിരലുകളുടെ ഇടയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ ചെരുപ്പുകൾ ഇടാതെ പുറത്ത് നടക്കുന്നത് അവോയ്ഡ് ചെയ്യുക.